ഹായ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയുടെ അവസാന ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം 2024 അവസാനിക്കാൻ പോവുകയാണ്. ഈ ആഴ്ചയോടുകൂടി അത് വിടവാങ്ങുമല്ലോ. സ്തോത്രം. ചാനൽ 1 പ്രയർ ടൈമിലൂടെ എന്നെ കാണുന്ന എല്ലാ എൻ്റെ മാന്യ സഹോദരങ്ങൾക്കും സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ഈ ദിനങ്ങൾ ഓരോന്നും നമ്മളെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. നാം വിട്ടുപോകുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വതന്ത്രം പ്രത്യാശയിൽ ഉറക്കണം. ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും എൻ്റെ പ്രിയൻ്റെ വരവ് സമാഗതമായെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എൻ്റെ നിത്യതയ്ക്കുള്ള പ്രവേശനം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ സ്വതന്ത്രം ദൈവരാജ്യത്തിലേക്ക് ഉള്ള എൻ്റെ യാത്രയുടെ ദൂരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മയായിരിക്കണം ഉണ്ടാകേണ്ടത്. പാപത്തിലാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭയാനകമായ ഒരു ചിന്തയുണ്ടാവണം. നാശത്തിലേക്കുള്ള ദിനങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരു ചിന്ത നിശ്ചയമായിട്ടും ഉണ്ടാകാം. എന്നാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചൊരു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയ പ്രത്യാശ ഉണ്ടാവും. കാരണം ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും എൻ്റെ മണവാളനോടൊപ്പം ചേരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിൽ ജയകരമായൊരു ജീവിതത്തിലാണ് ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു, ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ, പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും നമുക്ക് ഉറപ്പോടെ മുൻപോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ മനോഹരമായ ആഴ്ചയുടെ അവസാനം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജയത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യമാണ്. ആ വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ മരുഭൂമിയിൽ ഉപവാസത്തിന് ശേഷം മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ട പരീക്ഷകനായ പിശാചി തന്നെ പരീക്ഷിക്കുന്നതും തന്നോട് പറഞ്ഞ വാക്കുകളും അതിൻ്റെ ഉത്തരങ്ങളുമായുള്ള ഒരു ഭാഗമാണ് 14-ാം വാക്യത്തിന്റെ ആരംഭം മുതൽ തുടങ്ങുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരീക്ഷകനായവനെ പറഞ്ഞു വിടുന്ന മനോഹരമായ ഒരു രംഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ രംഗത്തിന്റെ ആധികാരികതയും ശക്തിയും അതേ അളവിൽ നിങ്ങളുടെയും എൻ്റെ ഉള്ളങ്ങളിലേക്ക് പകരപ്പെടട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക, റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ ആരുടെ അനുകാരികളായിരിക്കണം? അപ്പോസ്തലന്മാർ പറയുന്നുണ്ട് അവർ അനുകാരികളായിരിക്കും. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ അവരെ പോലെ തന്നെ ആരുടെ അനുകാരികളാണ് യഥാർത്ഥത്തിലായിരിക്കേണ്ടത്? ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കണം. ക്രിസ്തു എന്ത് ചെയ്തു, ക്രിസ്തു എന്ത് പറഞ്ഞു, ക്രിസ്തു എങ്ങനെ ജീവിച്ചു, ക്രിസ്തു എന്താണ് മാതൃകയാക്കിയത്, ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അതാക്കാവുള്ളൂ, വേറെ ഒന്നിനെയും ആക്കരുത്. വേറെ എല്ലാം സ്വതന്ത്രം സ്ഥായിയായ ഭാവമുള്ളതല്ല, അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ക്രിസ്തുവിലെ ഭാവത്തിന് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വാക്കുകൾക്ക്, വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ മാറ്റമില്ലാത്ത സ്ഥായിയായ ഭാവമുള്ള, സ്ഥിരതയുള്ള, ട്രസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ആ കർത്താവിലാണ് നമ്മുടെ ആശ്രയം ഉണ്ടാകേണ്ടത്. സ്വതന്ത്രം. കർത്താവാണ് നമ്മുടെ മാതൃകയായിരിക്കേണ്ടത്. സ്വതന്ത്രം. ദൈവത്തിന് മാത്രം. ഞാൻ ആ ഭാഗങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞ് സ്വതന്ത്രം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വചനഭാഗത്തിന്റെ പ്രാരംഭത്തിൽ ഇപ്രകാരം 4:10 പറയുന്നത് ഇങ്ങനെയാണ്. സ്വതന്ത്രം. കർത്താവ് പറയാണ്, സാത്താനെ എന്നെ വിട്ട് പോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് സ്വതന്ത്രം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. സ്വതന്ത്രം എന്ന് പിശാചിനോട് കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ പറയുന്നത് സാത്താനെ നീ എന്നെ വിട്ട് പോ എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കാവോ, മറ്റൊന്നിനെയും നമസ്കരിക്കാൻ പാടില്ലെന്ന് തിരുവചനം പറയുന്നത് പറഞ്ഞ് കഴിഞ്ഞ ക്ഷണത്തിൽ തലവന് പിശാച് അവനെ വിട്ടു പോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ ആ വചനം ഓർപ്പിക്കുവാൻ കാരണവും അത് തന്നെയാണ്. ഓരോ ദൈവ വൈതലിൻ്റെയും നാവിലാണ് സ്തോത്രം ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു കമാൻഡിന് ഉള്ള അതോറിറ്റി ഇരിക്കുന്നത്. സ്വതന്ത്രം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടാണ് അതിനെ ജയിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞാണ് സ്വതന്ത്രം അതിനെ നിർത്തേണ്ടത്. സ്വതന്ത്രം. കർത്താവ് എങ്ങനെയാണ് വചനമെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പിശാചിനോട് പറയുന്നത്? നീ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞേച്ച് ആ പോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഉറപ്പേയും കൂടെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രം. ദൈവമായ കർത്താവിനെ നമസ്കരിക്കാവും, അതൊന്നിനെയും വണങ്ങാൻ പാടില്ല. സ്തോത്രം. അത് സ്തോത്രം പറയുവാനുള്ള ആധികാരികത കാരണം അവൻ വചനമായതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നാൽ ഇന്ന് ആ വചനം ഉള്ളിലാക്കപ്പെട്ട നമ്മൾ, ആ വചനം ജഡമായി തീർന്ന ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ആ വചനം ഉള്ളിലാക്കപ്പെട്ട നമ്മളും ആ ക്രിസ്തുവിനെ പോലെ സംസാരിക്കണ്ടേ. കാരണം ആ ജഡമായി തീർന്ന വചനം ഇന്ന് നമ്മുടെ ഉള്ളങ്ങളിലല്ലേ. നമ്മളിത് വായിക്കുകയില്ലേ, നമ്മളത് ഗ്രഹിക്കുകയില്ലേ, നമ്മുടെ ഉള്ളങ്ങളിലല്ലേ. നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് വേണം ശത്രുവിനോട് പറയാൻ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, വിട്ടോടിപ്പോകും എന്നല്ലേ പറയുന്നത്.
അപ്പൊ വിട്ടുപോകുക എന്ന് പറയാനുള്ള അതോറിറ്റി ആർക്കാ ഉള്ളത്? എന്റെയും നിങ്ങളുടെയും കരങ്ങളില്ല. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന, നിങ്ങളെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കി വിട്ടുപോകാൻ നിങ്ങൾ കൽപ്പിക്കണം. അത് നിങ്ങളുടെ തലമുറയിലായിക്കോട്ടെ, നിങ്ങളുടെ പങ്കാളിയിലായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ബലഹീനതകളിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലെ ശൂന്യതകളിലായിക്കോട്ടെ, ശാപഗ്രസ്തമായ അനുഭവങ്ങളിലായിക്കോട്ടെ, രോഗബന്ധനങ്ങളിലായിക്കോട്ടെ, എവിടെയായിരുന്നാലും നിങ്ങൾക്കത് പറയാനുള്ള അതോറിറ്റി ഉണ്ട്. അത് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാലേ അത് സംഭവിക്കൂ. നിങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. നിങ്ങളിലൂടെയാണ് ദൈവം മഹത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ കൊട്ടേഷൻ കൊടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നടക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭർത്താവിന്റെ മദ്യപാനം നിൽക്കട്ടെ, വിട്ടുപോ പിശാചെ, മദ്യപാനത്തിന്റെ സ്പിരിറ്റിന്റെ ഭർത്താവിനെ വിട്ടുപോ എന്ന് ശാസിച്ചതിനെയൊന്ന്. എന്റെ കുടുംബജീവിതത്തിലെ ശൂന്യതയും ദാരിദ്ര്യത്തിന്റെയും ദുഷ്ടപിശാചെ, ഞങ്ങളുടെ കുടുംബം വിട്ട് ഇറങ്ങിപ്പോ. തിരുവചനം പറയുന്നു, പിതാവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിലൂടെ എന്റെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു, നീ പോ എന്ന് പിശാചിനോട് പറഞ്ഞു. സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഞെരുങ്ങിയിരിക്കുന്ന സമയത്തെ തിരുവചനത്തിനകത്ത് ഫിലിപ്പി ലേഖനത്തിന്റെ അധ്യായം 4:19 എടുത്ത് വെച്ച് നിങ്ങളങ്ങ് പറയണം. ആ വചനം ജഡമായി തീർന്ന വചനമാണ്. ആ വചനം എടുത്ത് നിങ്ങളങ്ങ് പറയണം. എങ്ങനെ പറയും? സ്തോത്രം. എന്റെ ബുദ്ധിമുട്ടൊക്കെയും പിതാവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിലൂടെ പൂർണ്ണമായും തീർത്തു തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിട്ടുപോ പിശാചെ ദാരിദ്ര്യത്തിന്റെ എന്ന് നിങ്ങൾ ആ സാഹചര്യത്തെ നോക്കി പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സാമ്പത്തികം ഒന്ന് കൊടുക്കാനുണ്ട്. നിങ്ങൾ ആ വിഷയത്തെ നോക്കി ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറ, പോകാൻ പറ. തൻ്റെ ഇടത്തോടെ പറ, പോകാൻ പറ. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ സാഹചര്യം ഒന്നും കാണുന്നില്ല, നിങ്ങൾ ചഞ്ചലപ്പെടരുത്. ധൈര്യമായിട്ട് പിന്നെ നിങ്ങളെ അത് അലട്ടുന്നുവെങ്കിൽ, മനസ്സിൽ അലട്ടുന്നുവെങ്കിൽ, ഫിസിക്കലി അല്ലേ കാര്യങ്ങൾ നടക്കുന്ന, മാനസികമായിട്ട് ആത്മാവിലായിരുന്നു നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ വിഷയം പറഞ്ഞ് പറയണം, പിശാചെ, ദാരിദ്ര്യത്തിന്റെ പിശാചെ അല്ലെങ്കിൽ കടഭാരത്തിന്റെ പിശാചെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞിട്ട് സ്തോത്രം. പിന്നെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും പറയണം. സ്തോത്രം. നിങ്ങൾ ഇത് പറഞ്ഞേച്ച് നിങ്ങൾ ഈ വാചനവും കൂടെ എടുത്ത് പറയണം. പിതാവ് എന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം പിതാവ് പുത്രനായ ക്രിസ്തു യേശുവിലൂടെ എനിക്ക് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിട്ടുപോ പിശാചെ, എന്റെ കർത്താവ് എനിക്ക് തീർത്തു തരും. ഇത് പറഞ്ഞ് നിങ്ങളങ്ങ് ബലം പ്രാപിക്കണം. പിന്നെ നിങ്ങൾക്ക് ആ കടക്കാരൻ വിഷയമല്ല, കൊടുക്കാനുള്ള പൈസ വിഷയമല്ല, നിങ്ങളുടെ ആ സിറ്റുവേഷൻ വിഷയമല്ല. നിങ്ങൾ അതിനെ മറക്കും. നിങ്ങൾ ഈ വചനത്തിൽ നല്ല ധൈര്യമായി മനോവിവാസനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആരോടെങ്കിലും അങ്ങനെ പറയുക, ഞാൻ ഏറ്റവും നിങ്ങളുടെ കാര്യം ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് അവർ പറയാം, ദേവദാസം പറഞ്ഞിട്ടുണ്ട്, ഏറ്റിട്ടുണ്ടെന്ന്, ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് പോകും, അവിടെ നടന്നോളും എന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്നിലുള്ള വിശ്വാസത്തെ പറയല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് സർവശക്തനാ. അവനെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും അവൻ കൈവിട്ട് കളയുകയെന്ന് പറഞ്ഞിരിക്കുക. അവന് മുഖം അന്വേഷിക്കുന്നവനെ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞിരിക്കുക. ഉറപ്പ് നൽകിയിരിക്കുകയല്ലേ. ആ അപ്പനെ നോക്കിയിട്ട് പറയണം, എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും അവിടുത്തെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിലൂടെ എനിക്ക് തീർത്തു തരും. ഞാനത് വിശ്വസിക്കുന്നു. പിശാചേ, ദാരിദ്ര്യത്തിന്റെ പിശാചേ, എന്റെ ഭവനം വിട്ടുപോ. കടഭാരമേ, എന്റെ ഭവനം വിട്ടുപോ. അത് അധികാരത്തോടെ എന്ന് പറഞ്ഞേ സംഭവിക്കും. അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. ഇപ്പൊ രോഗമാണെങ്കിലും ക്രൂശിലെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നതാണ്. അപ്പൊ വന്നിരിക്കുന്നത് അതിനി ഭാരം എടുത്ത് തരുമൊന്നും വേണ്ട, ആരുടെ ഔദാര്യമൊന്നുമല്ല. അയ്യോ രോഗശാന്തിക്കാരൻ വന്ന് കൈവച്ചാലേ, നോ, ചുമ്മാ പറയുന്നതല്ലേ. അവർക്ക് എവിടുന്ന് കിട്ടി? ക്രിസ്തുവിൽ നിന്ന് കിട്ടി. നിങ്ങൾക്ക് എവിടുന്ന് വരുന്നു? ക്രിസ്തുവിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ ക്രിസ്തുവും അവരുടെ ക്രിസ്തുവും തമ്മിൽ എന്താണ് അകലം? ഒരകലവുമില്ല. നിങ്ങളുടെ ഹൃദയമാകുന്നിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ പറഞ്ഞാൽ, ക്രിസ്തുവിനെ സ്വീകരിച്ചവരായി നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവത്തിന് മതം. നമ്മുടെ കൂട്ടായ്മയിൽ എത്രയോ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ എല്ലാ ഈവനിങ് കുടുംബ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ദൈവപ്രവർത്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പബ്ലിക് മീറ്റിങ്ങിലൊന്നും അധികം പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ ദിവസങ്ങളിലും പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുക. സാമ്പത്തികമാകട്ടെ, രോഗമാകട്ടെ, കുഞ്ഞുങ്ങളുടെ പഠന വിഷയമാകട്ടെ, ജോലി വിഷയമാകട്ടെ, ഏത് മേഖലകളിലും ദൈവപ്രവൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ആദ്യമായിട്ടാകട്ടെ, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ അധികാരമുള്ളവരാണ്. നിങ്ങൾ വിട്ടുപോകാൻ പറഞ്ഞാൽ വിട്ടുപോകാനുള്ളതേ ഉള്ളൂ. പിശാച് അത് വലിയ ആളൊന്നുമല്ല, വലിയ പുള്ളിയൊന്നുമല്ല. നമ്മൾ പിശാചിനെ അങ്ങ് വർണ്ണിക്കുക. അയ്യോ ഭയങ്കര ഭീകരമാണ്, ആ വിഷയം ഇങ്ങനെയാണ്, അത് വലിയ മല പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിയമം ഇങ്ങനെ എതിരാണ്, മറ്റവരെല്ലാം കൂടെ വരും, നാളെ പൊക്കിക്കൊണ്ട് പോകും. എന്തോന്ന് പൊക്കിക്കൊണ്ട് പോകാൻ? ഒരു ചുക്കും സംഭവിക്കത്തില്ല. പോകാൻ പറ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ട പിശാചേ, നിന്റെ ആയുധം എന്നിൽ നടക്കത്തില്ല. ഒരായുധവും ഫലിക്കയില്ലെന്ന് എന്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവൻ എനിക്ക് മുൻപടയായി, പിൻപടയായി, കാവലായി, കോട്ടയായി ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യത്തോടെയും അത് പ്രഖ്യാപിക്കണം. ഞാൻ അവനോട് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കറിയാം അവൻ എന്നെ വിടുവിക്കും, അവൻ എന്നെ ഉയർത്തുമെന്നറിയാം. അത് പിശാചിനോട് പറയണം, ഞാൻ അവനോട് പറ്റിയിരിക്കുകയാണ്, നീ പോ, വിടുവിക്കുകയല്ലെന്ന് ആരാണ് നീ പറഞ്ഞത്?
നീ വിടുവിക്കപ്പെടത്തില്ല, നീ ഇങ്ങനെ വലിയ ബന്ധനത്തില്ല, ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാരമ്പര്യമാണ്, കെട്ടാണ്, പോരാണ്, കൂടോത്രമാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾ പറയണം, ഞാൻ അവനോട് പറ്റിയിരിക്കാൻ അവൻ എന്നെ വിടുവിച്ച് ഉയർത്താമെന്ന് പറഞ്ഞിരിക്കുക, പോ പിശാച് എന്നെ വിട്ടെന്ന് പറയണം. നിങ്ങളുടെ ശാസനയും നിങ്ങളുടെ കലിപ്പോടെയുള്ള ദേഷ്യത്തോടെയുള്ള പിശാചിനടുത്ത് ലോകികം പഞ്ചാര വർത്താനം ഒന്നും വേണ്ട കേട്ടോ. ദേഷ്യത്തെ പോടാ എന്ന് പറയണം. അവനെ വെറും പുച്ഛത്തോടെ, അവനൊരു മാന്യതയോ അർഹതയോ ഒരു സൗമ്യതയോ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. പോ എന്ന് പറഞ്ഞാൽ പോണം, ആട്ടി വിടണം, അങ്ങനെ അങ്ങ് വിട്ടേക്കണം. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, പോ പിശാച് എന്നെ വിട്ട് ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുതെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ശാസിച്ചു. അവൻ പിന്നെ ഒന്നും റിക്വസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല, ഇച്ചിരി നേരം കൂടെ നിന്നോട്ടെന്നോ അല്ല വേറൊരു വിഷയം ഉന്നയിക്കാനും ഒന്നും നിന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട് പറഞ്ഞേനെ. 4 ചോദ്യങ്ങൾ അവൻ ഇട്ട് കൊടുത്തു, കർത്താവ് മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവ് മറുപടി പറഞ്ഞ് 4ാമത്തെ ക്വസ്റ്റ്യനിലാണ് കർത്താവ് വിട്ടുപോകാൻ പറഞ്ഞത്. അതുവരെ വിട്ടുപോകാൻ പറഞ്ഞില്ല, 3 കാര്യത്തിലും കർത്താവ് പറഞ്ഞില്ല, വിട്ടുപോകാൻ പറഞ്ഞില്ല. സ്തോത്രം. കർത്താവ് അത് പറഞ്ഞ് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അങ്ങനെ നിന്നു. സ്തോത്രം. എല്ലാം ഓരോന്നും പറഞ്ഞു വന്നിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കർത്താവിനോട് ഇട്ട് ഇനി ഇവനെ താലോലിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ പിശാചിന്റെ ഇമ്പമാർന്ന ശബ്ദം കാതിൽ കേട്ടോണ്ടിരിക്കാൻ വലിയ ഇമ്പമാണ്. അതിങ്ങനെ കേട്ടോണ്ടിരിക്കും, ചില പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് പോലെ. അയ്യോ അവർ വന്ന് അങ്ങനെ പറഞ്ഞു, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഇപ്പം ഗവൺമെൻറ് അങ്ങനെ നിയമമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് തന്നെയല്ല കോടതി വിധി പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വിദേശയാത്രയൊക്കെ പാടാന്ന് പറഞ്ഞു. ആ രാജ്യത്തോട്ട് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. സോ ഈ രോഗം വന്നാൽ ഇങ്ങനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അത് മിക്കപ്പോഴും മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആ ലോണിന് വീട്ടാൻ പറ്റാതെ ജപ്തിയാകും, കേസാകും, നമ്മൾ പൈസ കെട്ടേണ്ട വരും, നമ്മളെ പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ ആര് പറഞ്ഞു? പിശാച്. അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, എന്നിട്ട് അതിനെ താലോലിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാന്ന് പറഞ്ഞു, ഒരു സാധ്യതയൊന്നും ഇല്ല, പിന്നെ വേണേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പൊക്കോണം. ആ പറഞ്ഞ വാക്കിനോട് പോ പിശാച് എന്ന് പറയണം. അവരുടെ മുമ്പിൽ നിന്നൊന്നും ശാസിക്കരുത് കേട്ടോ. നിങ്ങൾ വന്ന പക്വതയോടെ വീട്ടിൽ കയറുന്നുണ്ട്, ആ പറഞ്ഞ വാക്ക് ദുഷ്ട പിശാച് പോകാൻ പറയണം, വിട്ടുപോകും എന്ന് തന്നെ പറയണം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ എടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പറയാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മീറ്റിങ്ങുകളല്ലല്ലോ, നമ്മുടെ പബ്ലിക് മീറ്റിംഗ് അല്ലല്ലോ, നമ്മുടെ മോർണിംഗ് പ്രെയർ അല്ലേ. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. സ്വതന്ത്രം ദൈവത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിനെ ശാസിക്കണം, വിട്ടുപോകാൻ പറയണം. കർത്താവ് ആ 3 ക്വസ്റ്റ്യനുകൾക്കും കേട്ടിരുന്നു. 4ാമത് കേട്ടിരുന്ന കർത്താവിന് കൂടിയിട്ട് ഇനി ഇവനെ വിട്ടുകൊടുത്ത് ഇവൻ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയി അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇവൻ നിർത്തത്തില്ല, ഇവൻ നാണം കെട്ടവനാണ്. അപ്പോൾ അവനെ ശാസിച്ച് ഓടിക്കുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങളും കേട്ടിരിക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്, അവനോട് പൊക്കോളാൻ പറയണം കേട്ടോ. സ്വതന്ത്രം. പാമ്പ് വന്ന് ഹവ്വയോട് പറഞ്ഞ് കേട്ട് താലോലിച്ചത് കൊണ്ടാണ് സ്വതന്ത്രം ആ പഴം കഴിക്കുകയും പാപത്തിന് അടിമത്തത്തിലേക്ക് പോയി. ആദ്യം വന്നപ്പോഴേ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ വിട്ട് അനുസരിക്കില്ലെന്ന് ശാസിച്ചു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഏതെന്ന് പറയുന്ന പരദീസയിൽ ആദമും സന്തതി പരമ്പരകളും അതേപടി കണ്ടാൽ. പക്ഷെ ഉലകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ആഴ്ചയുടെ അവസാന ദിവസം, 1 മാസം ഞങ്ങൾ മുൻപിൽ വിടുവാങ്ങാൻ പോവുകയാണല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. പുതുവർഷത്തിൽ ഞങ്ങളെ ഐശ്വര്യമായി നടത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ച അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ വർഷം ആരംഭത്തിൽ നൽകിയ വാഗ്ദത്തം പോലെ നിന്റെ സംവത്സരങ്ങൾ നന്മകൾ കൊണ്ട് നിന്റെ സംവത്സരങ്ങളെ ഞാൻ അലങ്കരിക്കുമെന്നും നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സംവത്സരങ്ങൾ കൊണ്ട് കർത്താവെ അലങ്കരിക്കപ്പെടട്ടെ, പാതകൾ പുഷ്ടിയും പൊഴിക്കട്ടെ. ഉള്ളങ്കരങ്ങളിൽ തരുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ശത്രുവിനെ ജയിക്കുവാനും അവനെ ശാസിക്കുവാൻ അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള കൃപ കൊടുക്കണം, പ്രാഗൽഭ്യം കൊടുക്കണം, പ്രാപിക്കണം, ജയത്തോടെ നടക്കാൻ സഹായിക്കണം. ഇന്ന് കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കേട്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കും. ശത്രുവിൻ്റെ വിളച്ചിലുകൾക്ക് മുമ്പിൽ അവരെ മുഖത്ത് നോക്കി ആട്ടിപ്പായിക്കാൻ വിട്ടുപോ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ പറയുവാനുള്ള കരുത്ത് എൻ്റെ സഹോദരങ്ങളിൽ ഉണ്ടാകട്ടെ. ഉള്ളംകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാനൽ 1ൻ്റെ മീറ്റിങ്ങുകൾ കാണുന്ന പ്രിയപ്പെട്ടവർ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ, അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരില്ലേ അവർക്കൊന്ന് അയച്ചു കൊടുക്കും. ഫോറിനിലൊക്കെയുള്ള വിദേശത്തൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾ എല്ലാ ദിവസവും മീറ്റിങ്ങിൽ കയറുന്നുണ്ട്, അതെനിക്ക് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെയും കസിൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഒക്കെ എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ചാനൽ വേണം, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയ്ക്കൊന്ന് കെയർ അല്ലെങ്കിൽ ഒന്ന് മീറ്റ് ഒന്ന് വാച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. കാലങ്ങളായിട്ട് നിങ്ങൾ നിരന്തരമായി നമ്മുടെ മീറ്റിംഗ് കൂടുന്നുണ്ട്, അത് സന്തോഷമാണ്. പക്ഷേ അപ്പോൾ തന്നെ മറ്റൊരാളിലേക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുന്ന വലിയ അനുഗ്രഹമായിരിക്കും. സ്വതന്ത്രം. അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് കാരണമാവും, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമാവും. നിങ്ങൾ ആ കൊടുക്കുന്നയാൾ നാളെ അവരുടെ അരികിൽ വേദനപ്പെട്ട ഒരാൾ വരുമ്പോൾ അവർക്കത്
ഒന്ന് ഷെയർ ചെയ്താൽ ചിലപ്പോൾ അവരുടെ വിടുതലായി തീരും. നമ്മുടെ ഇത് കണ്ടില്ലേ, രക്ഷിക്കപ്പെടുന്നതൊക്കെ കണ്ടില്ലേ, ആൾക്കാർ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം യേശുവിനെ മകളായി തീരുവാന്നൊക്കെ ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരിയൊക്കെ വന്ന കണ്ടില്ലേ, അതുപോലെ പ്രിയപ്പെട്ടവർ സ്നാനപ്പെടുവാനൊക്കെ ഒരുക്കത്തോടെ ഓടി വരുന്ന കണ്ടില്ലേ. അങ്ങനെ ആത്മാക്കൾ രക്ഷപ്പെടട്ടെ, അനുദിനം വർദ്ധിക്കട്ടെ. ഞാൻ കണ്ടു, എനിക്ക് ആശ്വാസമായെന്നും പറഞ്ഞ് നമ്മളത് സന്തോഷത്തോടെ ഇരിക്കാതെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് അത് അനുഗ്രഹമായി നമ്മൾ സുവിശേഷത്തിൻ്റെ വാക്താവായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ലവ് യു, ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.